ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറച്ച് നാടൻ പാവക്കയുടെ കുരു ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് നടാമെന്ന് വിചാരിച്ച് നമ്മുടെ ബാക്കിൽ കുറച്ച് മണ്ണുണ്ടല്ലോ, അതൊക്കെ എടുത്തൊന്ന് കിളച്ച് കുറേ ചേമ്പില്ലേ, നമ്മുടെ കലേഡിയത്തിൻ്റെ കുറേ പ്ലാന്റ്സ് ഇവിടെ നിൽക്കണമായിരുന്നു. അതൊക്കെ മൊത്തം അതിൻ്റെ ചേമ്പൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞ് കുറച്ചങ്ങോട്ട് റെഡിയാക്കി എടുക്കണേന്ന്. പാവക്കയുടെ വിത്ത് നടാനാണ് കേട്ടോ. ഇത് നമ്മുടെ നാടൻ പാവക്കയാണ് കേട്ടോ. വെളുത്ത കളറിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ മുള്ള് പോലെ നിൽക്കത്തില്ലേ, കുറച്ച് കയ്പ്പുണ്ട് എന്നാലും നല്ല പാവക്കയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കുറ്റിയായിട്ട് ഇങ്ങനെ പടർത്തി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റിയൊരു പാവക്കയാണ്. താഴെയാണെങ്കിൽ പടർന്നത് വളരും കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ അതിൽ. അതിൻ്റെ വിത്തുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടാമെന്ന് വിചാരിച്ച് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. നല്ലതുപോലെ കിളച്ചൊക്കെ എടുക്കണേണ്. ഇതിപ്പോൾ കുറച്ച് സൺസൈഡിൻ്റെ താഴെ ആയത് കാരണം ചോല പോലത്തെ സ്ഥലത്താണ് ഇത് പിടിക്കുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. അടുത്ത് തന്നെ കാച്ചിലൊക്കെ ഉണ്ട്. കാച്ചിലൊക്കെ ഇതിൽ കൂടി പടർന്നു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇത്ര അകലത്തിലാണ് നട്ടു കൊടുക്കുന്നത്. 4 എണ്ണം ഇവിടെ തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ കുറച്ചും കൂടി അതിൻ്റെ മീതെ കൂടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വെക്കണേ കേട്ടോ. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ തന്നെ ഒരു ഓലയില്ലേ, ഓലയോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പുകളൊക്കെ ആ സൈഡിൽ അങ്ങോട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പടർന്ന് അങ്ങോട്ട് പിടിച്ചോളാറുണ്ട്. വലിയ നല്ല രീതിയിൽ ഇങ്ങനെ പടർന്നിങ്ങനെ പോണ ഒരു പാവയ്ക്ക അല്ല കേട്ടോ, താഴെ കൂടിയൊക്കെ പടരണതാണ്.